ഹായ് ഫ്രണ്ട്സ്, ഞാൻ മഹ്ഫൂസ. ഞാൻ ഈ ആഗസ്റ്റ് 1 ഹാർഡ് എക്സാം ക്വാളിഫൈ ആയത്. താങ്ക്സ് ടു ഓൾ മെഡ്വഞ്ചർ ടീം, എസ്പെഷ്യലി ആൻഡോ സാർ ആൻഡ് മൈ മെന്റർ അസ്ന മാം. ആൻഡോ സാറിന്റെ ക്ലാസ് എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. ബിക്കോസ് നമ്മുടെ ഓരോ ബേസിക് കാര്യങ്ങൾ മുതൽ വളരെ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരുന്നു സാറിന്റെ ഓരോ ക്ലാസ്സും. സോ ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ. പിന്നെ എൻ്റെ മെന്റർ ഹസ്ന മാമിന് ഞാൻ ഡൗട്ട് വരുന്നുള്ള ഓരോ ക്വസ്റ്റ്യൻസും മാമിന് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ മാം അതിന്റെ എക്സ്പ്ലനേഷനോട് കൂടിയിട്ട് തന്നെ എനിക്കത് വളരെയധികം ക്ലിയർ ചെയ്തിട്ട് എനിക്ക് തരാറുണ്ടായിരുന്നു. സോ ഞാൻ എക്സാമിന് കയറുന്നതിന്റെ തൊട്ട് മുമ്പും മാം എനിക്ക് കറക്റ്റ് ചെയ്ത് തന്നിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ റീചെക്ക് ചെയ്തിട്ടാണ് ഞാൻ എക്സാമിന് കയറിയിട്ടുണ്ടായിരുന്നത്. സോ ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ. താങ്ക് യു അസ്ന മാം. പിന്നെ ഞാൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തത് ഗ്രേഫ് ഫയൽ, നാസ് ഫയൽ, ജിഹാദ് ആൻഡ് റാസിക് ഫയൽ ആയിരുന്നു. ഈ ഫയൽസ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തിട്ട് ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ മോക്ക് ടെസ്റ്റ്, നമ്മുടെ ആപ്പിലുള്ള മോക്ക് ടെസ്റ്റ് അത് ചെയ്ത് നോക്കായിരുന്നു. പിന്നെ അതേപോലെ സാറിന്റെ കേസസ് എല്ലാം വീഡിയോസ് കണ്ടിട്ട് അത് ഷോർട്ട് നോട്ട് ആക്കിയിട്ട് ഒന്ന് എഴുതി വെച്ച് അത് റിപ്പീറ്റ് ചെയ്തിട്ട് അത് നോക്കിയിട്ടുണ്ടായിരുന്നു, നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ എക്സാമിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ഭയങ്കര റിലാക്സ് ആയി കാമായിട്ട് വേണം എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ ടെൻഷനോട് കൂടിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈമും പോവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ വളരെ അവിടെ ഇരുന്ന് റിലാക്സ് ആയി കാമായിട്ട് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ടോട്ടൽ നമുക്ക് 120 മിനിറ്റ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ സോ കാൽക്കുലേഷൻ ഫസ്റ്റ് ചെയ്യാണ്ട് അത് നമുക്ക് ഈവൻ അറിയുന്നതാണെങ്കിൽ പോലും നമ്മളത് വിട്ടിട്ട് ലാസ്റ്റിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നാലാണ് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ ഫയൽസിൽ തന്നെയാണ്. കുറച്ച് ട്വിസ്റ്റി ആയിട്ട് രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. കുറച്ച് പുറത്തുനിന്നുണ്ടായിരുന്നു എനിക്ക്. പിന്നെ എനിക്ക് ഒരു 10ഓളം കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു. കാൽക്കുലേഷൻസ് ഒക്കെ കുറേയൊക്കെ നമ്മുടെ സെയിം ഫയൽസത്തെ സെയിം ക്വസ്റ്റ്യൻസ്, ഓപ്ഷൻസ് ഒക്കെ സെയിം ആയിരുന്നു കാൽക്കുലേഷൻ വരെ. ആൻഡ് ചിലത് കുറച്ച് ഡിഫറെൻറ്റ് വാല്യൂസ് ഒക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. സോ എങ്കിലും നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ടൈലൻഡ് നല്ലോണം റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. എങ്കിലാണ് നമുക്ക് അത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഫയൽസ് നമുക്ക് തറവാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ ഒരു ആൻസേഴ്സിലേക്ക് എത്താൻ നമ്മളത് ഹെൽപ്പ് ചെയ്യും. പിന്നെ കാൽക്കുലേഷൻ, നമ്മൾ ചില കാൽക്കുലേഷൻസ് അത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വെച്ചാൽ നമ്മളത് വിടുന്ന കാൽക്കുലേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിന്റെ വാല്യൂസെങ്കിലും ഒന്ന് നോക്കി വായിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഈവൻ സെയിം ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെയധികം ഹെൽപ്ഫുൾ ആവും. പിന്നെ ഒരുപാട് ടെൻഷനോട് കൂടി എക്സാം കാണാണ്ട് വളരെ റിലാക്സ് ആയിട്ട്, ഞാൻ വളരെയധികം ടെൻഷനോട് കൂടിയിട്ട് എക്സാമിന് കണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ എക്സാം ഫയൽസ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് പഠിച്ചപ്പോൾ പിന്നെ എനിക്കത് എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ള വളരെയധികം ക്യൂരിയസ് ഉണ്ടായിരുന്ന കൂടിയിട്ടുള്ള ഒരാളാണ്. സോ എന്തായാലും എല്ലാവരും വളരെ കാമായിട്ട് വളരെ ഫയൽസ് റിപ്പീറ്റ് ചെയ്തിട്ട് നോക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി വരുന്ന എല്ലാ ഫ്രണ്ട്സിനും ഓൾ ദ ബെസ്റ്റ്. എന്തായാലും എല്ലാവരും പാസ്സാവും. അപ്പോൾ ഫയൽസ് എല്ലാം റിപ്പീറ്റ് ചെയ്തിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവർക്കും ഇത് ഹാർഡ് എക്സാം എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.